നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാടനപ്പള്ളിയിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സ്നേഹതരം ബീച്ച് പാർക്കിൽ ഫുഡ് സ്ട്രീറ്റ് പദ്ധതി നടപ്പിലാക്കുമെന്ന് CC മുകുന്ദൻ MLA. അന്തിക്കാട് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഫാദർ ഡേവിഡ് ചിറമൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹപാഠിക്ക് ഒരു സ്നേഹഭവനം പദ്ധതിയിൽ വീട് നിർമ്മിച്ചു നൽകി. വാർത്തകൾ വിശദമായി. യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 37 വയസ്സായിരുന്നു. മാതാവ് പാലക്കാട് സഹോദരിയുടെ വീട്ടിൽ പോയതിനാൽ 4 ദിവസമായി ആഷിഫ് വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. മാതാവ് 2 ദിവസമായി ഫോൺ ചെയ്തിട്ട് എടുക്കാതെ വന്നപ്പോൾ ബുധനാഴ്ച ബന്ധുക്കളെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. വീടകത്തു നിന്ന് പൂട്ടിയതിനാൽ ജനൽക്കമ്പി പൊളിച്ച് അകത്ത് കയറി നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആഷിഫ് വിവാഹം കഴിച്ചിരുന്നെങ്കിലും 4 വർഷം മുമ്പ് വിവാഹബന്ധം വേർപെടുത്തിയിരുന്നു. സ്നേഹതരം ബീച്ച് പാർക്കിൽ പുതിയ കളിയുപകരണങ്ങൾ സ്ഥാപിക്കാൻ നവകേരള സദസ്സ് സ്പെഷ്യൽ ഫണ്ടിൽ നിന്നും 60 ലക്ഷം രൂപ അനുവദിക്കുന്നതിനായി സർക്കാരിലേക്ക് നിർദ്ദേശം നൽകിയതായി CC മുകുന്ദൻ MLA പറഞ്ഞു. സ്റ്റീൽ ഇൻഡസ്ട്രിയൽ ലിമിറ്റഡിനോട് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ഡെപ്യൂട്ടി ഡയറക്ടർ നിർദ്ദേശിച്ചു. സ്നേഹതീരം ബീച്ച് പാർക്കും പരിസരവും MLA, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേംഭാസ്, DTBC സെക്രട്ടറി വിജയ് രാജ്, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിൻഡ സുഭാഷ് ചന്ദ്രൻ എന്നിവർ സന്ദർശിച്ചു. സഞ്ചാരികൾക്കായി ശുദ്ധജല കുടിവെള്ളം ലഭിക്കുന്നതിനായി MLA പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും വാട്ടർ കിയോസ്ക് സ്ഥാപിക്കുന്നതിനായി 5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. നിലവിൽ 50 ലക്ഷം രൂപയുടെ ഇലക്ട്രിഫിക്കേഷൻ പ്രവൃത്തികൾ നടന്നുവരുന്നു. ഫുഡ് സ്ട്രീറ്റ് പദ്ധതി നടപ്പിലാക്കുന്നതോടെ ബീച്ച് പാർക്ക് വളരെ ജനകീയമാകും. ഫുഡ് സ്ട്രീറ്റ് പദ്ധതി നടപ്പിലാക്കാനുള്ള തുടർ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് MLA പറഞ്ഞു. ഫാദർ ഡേവിഡ് ചിറമൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സഹപാഠിക്ക് ഒരു സ്നേഹഭവനം പദ്ധതിയുടെ ഭാഗമായി പണി കഴിപ്പിച്ച സ്വപ്നഭവനത്തിന്റെ താക്കോൽ ദാനം നടത്തി. അന്തിക്കാട് ഹൈസ്കൂളിലെ ഷിയ എന്ന വിദ്യാർത്ഥിയുടെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ട്രസ്റ്റ് ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ, മാനേജ്മെന്റ് ബോർഡ് ഡയറക്ടർ CV ജോസ് എന്നിവർ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് താക്കോൽ കൈമാറി. ചടങ്ങിൽ അന്തിക്കാട് ഹൈസ്കൂൾ PTA പ്രസിഡന്റ് സജീഷ് മാധവൻ അധ്യക്ഷനായി. ഫാദർ ഡേവിസ് ചിറമലിന് അന്തിക്കാട് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക VR ഷില്ലി സ്നേഹോപഹാരം നൽകി. ഭവന നിർമ്മാണം ഭംഗിയായി പൂർത്തീകരിച്ച ആലപ്പാട് കൺസ്ട്രക്ഷൻസ് ഉടമ മനോജ് കുമാർ, സൂപ്പർവൈസർ അജയ്, ഫിറ്റ്സി ടീച്ചർ, PTA പ്രസിഡന്റ് സജീഷ് മാധവൻ എന്നിവർക്കും ഉപഹാരങ്ങൾ നൽകി. പണമൊക്കെ പിരിച്ച് പല സാധനങ്ങളൊക്കെ ആയിട്ട് കൊടുക്കണത് ഞാൻ എല്ലാ കുട്ടികളും കൊടുക്കണം. ഞാനൊരു ചലഞ്ച് വെച്ചതാണ്, എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. നിങ്ങൾ കളക്ട് ചെയ്താൽ 2 ലക്ഷം ഞാൻ സംഘടിപ്പിച്ചാൽ നിങ്ങൾ 2 ലക്ഷം സംഘടിപ്പിക്കുമെന്ന് വെച്ചു പറഞ്ഞു. എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 3 ലക്ഷം സംഘടിപ്പിച്ചാലോ? 3 ലക്ഷം സംഘടിപ്പിക്കൂ എന്ന് പറഞ്ഞു. അവസാനം എനിക്കറിയാം പിള്ളേർക്ക് ഒന്നും പറ്റില്ല എന്ന്. അങ്ങനെ ഞാൻ 7 ലക്ഷം രൂപ, ഇതൊന്നും അച്ഛൻ്റെ പൈസയില്ല മക്കളെ, ഇത് എൻ്റെ കയ്യിലൊരു പൈസയുമില്ല. ഞാൻ എൻ്റെ പള്ളിയിൽ അവിടെ നിന്ന് ശമ്പളമോ ഒന്നും ഞാൻ വാങ്ങിക്കില്ല, എനിക്ക് വേണ്ട. എൻ്റെ ജീവിതത്തിലെല്ലാം മറ്റുള്ളവർ തരുമ്പോൾ പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും അങ്ങനെ കരുതി വെക്കാറില്ല. അതുകൊണ്ടാണ് ദുബായിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഞാൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് ഞാൻ താമസിക്കുന്നോടത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഞങ്ങളൊരു വീട് വെക്കുകയാണ്, അപ്പോൾ ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിന് ഒരു വീട് വെച്ചു കൊടുക്കാനാക്കി. ഞാൻ പറഞ്ഞു ഒരു 7 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സംഘടിപ്പിക്കുക. ആ സമയത്താണ് നിങ്ങളുടെ പാട്ടയിൽ 1 രൂപ കോയിൻ ഇടുന്ന പദ്ധതിക്ക് ഞാൻ വന്നത്. ഞാൻ അന്തിക്കാടായിക്കോട്ടെ പറഞ്ഞ എവിടെ പറഞ്ഞെന്ന് വെച്ചാൽ അവിടെ കൊടുത്തോളൂ. അങ്ങനെയാണ് ആ പണം അദ്ദേഹം നാട്ടിൽ വന്നിട്ട് ഞാൻ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കും. അദ്ദേഹം പറഞ്ഞു അത് നടന്നാൽ മതിച്ചു, ഞങ്ങളവിടെ വരണമെന്നില്ല. ആലോചിച്ച് നോക്കുക, 7 ലക്ഷം രൂപ ആ കുടുംബം ഭാര്യയും കുട്ടികളും വന്ന് അത് അച്ഛൻ്റെ ട്രസ്റ്റോ ഒന്നല്ല ഇട്ടത്, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് അദ്ദേഹം ഇട്ടു തരികയാണ് ചെയ്യുന്നത്. മുൻ മന്ത്രി VS സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, പഞ്ചായത്ത് അംഗം TP രഞ്ജിത് കുമാർ, ഡോക്ടർ ഉമാദേവി, പ്രിജി ടീച്ചർ എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ മീഡിയ കൺവർജൻസും ഗ്രാമ്യ ഓർബിറ്റ് ചാനലും സംയുക്തമായി ഓണാഘോഷം നടത്തി. COA സംസ്ഥാന സെക്രട്ടറി PB സുരേഷ്, തൃപ്രയാർ മീഡിയ കൺവർജൻസ് മാനേജിംഗ് ഡയറക്ടർ TD സുഭാഷ്, ചെയർമാൻ EL ടോണി, ഗ്രാമ്യ ഓർബിറ്റ് ചാനൽ MD രഘു പുളിക്കൽ, COA തൃപ്രയാർ മേഖലാ പ്രസിഡന്റ് റഹീം, സെക്രട്ടറി സുമേഷ് കുമാർ, മറ്റ് ഡയറക്ടർമാരും ജീവനക്കാരും ഓണാഘോഷത്തിൽ പങ്കെടുത്തു. വിവിധ കലാപരിപാടികളും ഓണസദ്യയും ആഘോഷത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. തിരുമുൽ കാഴ്ച വാങ്ങ തിരുമുത്ത മണിഞ്ഞൊരുങ്ങി
മോഹം മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം ഭാഗം മറുവിളി പൂവിളി മനോളം നീ വരൂ മനോളം തുമ്പി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറി സൗജന്യ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തന്നെ നമ്മുടെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 5 പഞ്ചായത്തും അതിനപ്പുറത്തുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള പഞ്ചായത്തുകളും ഏറ്റവും നല്ല വികസനം തെരഞ്ഞെടുക്കപ്പെട്ട് ചെയ്യുന്നത് നിങ്ങളുടെ തളിക്കുളം ഗ്രാമപഞ്ചായത്താണ്. ഏകദേശം 1,46,00,000 രൂപ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയുടെ പണം വളരെ കൃത്യമായിട്ട് ഈ ഭാഗത്തെ ജനങ്ങൾക്ക്, ഈ പഞ്ചായത്ത് ജനങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അത് വീടായിട്ടുണ്ട്, ആരോഗ്യമായിട്ടുണ്ട്, കാന, റോഡ് എന്ന് വേണ്ട സമസ്ത മേഖലകളിലും ബ്ലോക്ക് പഞ്ചായത്ത് നൽകുന്ന വിഹിതം വളരെ കൃത്യമായിട്ട് വിനിയോഗിച്ചുകൊണ്ട് ആ വിനിയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിലടക്കം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാനത്ത് 152 ബ്ലോക്ക് പഞ്ചായത്താണ്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുമയ്യ ബോധവൽക്കരണ ക്ലാസ് നൽകി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, വാർഡ് മെമ്പർമാരായ സിംഗ് വാലത്ത്, വിനയപ്രസാദ്, KK സൈനുദ്ദീൻ, ഹോമിയോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കിരൺ, തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ മുജീബ് എന്നിവർ സംസാരിച്ചു. യോഗ ഇൻസ്ട്രക്ടർ ലൈജു വാർദ്ധക്യത്തിൽ ശീലിക്കാവുന്ന യോഗാമുറകൾ പരിചയപ്പെടുത്തി. വയനാടിന്റെ പുനരധിവാസത്തിനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന 30 വീടുകൾക്ക് സഹായത്തിനായി യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുളകുപൊടി ചലഞ്ചിന് തുടക്കമായി. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനുവിന് മുളകുപൊടി നൽകിക്കൊണ്ട് ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് രാനിഷ് K രാമൻ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി നൌഷാദ് അറ്റുപറമ്പത്ത്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ്, വരുൺ ബേബി, ആദർശ് ചേർക്കര, സഗീർ പടുവിങ്ങൽ, അമൽ, PC മണികണ്ഠൻ, AN സിദ്ധപ്രസാദ്, VD സന്ദീപ്, TV ഷൈൻ, ബിന്ദു പ്രദീപ്, ബാബു പനക്കൽ, മുഹമ്മദ് റസൽ, വിപുൽ നാട്ടിക, മധു അന്തിക്കാട്ട്, CK മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള പാലിയേറ്റീവ് കെയർ, ഡയാലിസിസ് പേഷ്യൻസ് തുടങ്ങിയവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സ്നേഹസംഗമം 2024 നടന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക SN ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിമിഷ അജീഷ് അധ്യക്ഷയായി. ചടങ്ങിൽ പാലിയേറ്റീവ് ഡയാലിസിസ് പേഷ്യൻസായ 140 പേർക്ക് ഓണക്കോടി നൽകി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KB സുരേഷ് കുമാർ, അംഗങ്ങളായ ജൂബി പ്രദീപ്, വസന്ത ദേവലാൽ, ലിൻഡ സുഭാഷ് ചന്ദ്രൻ, ബഗീഷ് പൂരാടൻ, മണപ്പുറം ഫൗണ്ടേഷൻ സോഷ്യൽ വർക്കർ TS സഞ്ജയ്, തളിക്കുളം ബ്ലോക്ക് വാടാനപ്പള്ളി ഫാമിലി ഹെൽത്ത് സെന്റർ ഹെൽത്ത് സൂപ്പർവൈസർ ഗോപകുമാർ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി VS രജികുമാർ എന്നിവർ സംസാരിച്ചു.
ചടങ്ങിൽ സംബന്ധിച്ച നിരവധി പേർ നേത്രദാന സമ്മതപത്രം കൈമാറി. 600-ൽ ആളുകൾ പലരും ഇനിയും തിരിച്ചു വരാൻ ഒരിക്കലും കഴിയില്ല എന്ന സത്യത്തിൽ മനസ്സുകൊണ്ട് ബലപ്പെടുത്തിയുമാണ് വയനാടുള്ള ജനങ്ങളും നമ്മളും ഇന്ന് ജീവിച്ചു പോകും. നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രദേശം ചുരൽമല എന്ന് പറയുന്ന പ്രദേശം വലിയ ബന്ധമുള്ള വ്യക്തിയാണ് ഞാൻ ജീവിച്ചിരുന്ന പ്രദേശമാണ്. ആ പ്രദേശത്തെ നിരവധി ആളുകൾ ഇന്ന് തീരാ ദുഃഖത്തിലാണ്. നമ്മള് സിനിമാ ഗാനത്തിലൊക്കെ പാട്ട് കേട്ടതുപോലെ ഉറ്റവരും പോയി ഉടയവരും പോയി പെറ്റുവീണ ഉള്ളിലും പോയിലൊക്കെ പാടി കേട്ടതുപോലെ എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സമൂഹമാണ് വയനാട്ടിൽ. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ കർഷക ചന്ത ആരംഭിച്ചു. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അവർകൾ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നിസാർ അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധന്യ ബിനീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രബിത്ത് AS, മെമ്പർമാരായ ഷബീർ അലി, സന്തോഷ് പണിക്കശ്ശേരി, രേഖ അശോകൻ, വടനപ്പള്ളി കൃഷി ഓഫീസർ നീനു ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഗുണ്ട ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ DYFI നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം നടത്തി. വടനപ്പള്ളി സെന്ററിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സായാഹ്നം DYFI ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. DYFI നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് TG നിഖിൽ അധ്യക്ഷനായി. നാട്ടിക ബ്ലോക്ക് സെക്രട്ടറി KH സുൽത്താൻ, നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ മാസ്റ്റർ, CPM വടനപ്പള്ളി ലോക്കൽ സെക്രട്ടറി സുരേഷ് മഠത്തിൽ, അരുൺ ശിവജി, BS ജോത്സ്ന, അലോക് മോഹൻ, PB നീലേഷ്, ജിത്ത് എന്നിവർ സംസാരിച്ചു. AIKSന്റെ നേതൃത്വത്തിൽ വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ പാർലമെന്റ് ധർണയുടെ ഭാഗമായുള്ള സംഘാടക സമിതി യോഗം കാഞ്ഞാണി EMS സ്മാരക മന്ദിരത്തിൽ നടന്നു. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഏരിയ സെക്രട്ടറി VN സുർജിത്ത് അധ്യക്ഷനായി. PS പ്രസാദ്, K രാഗേഷ്, NRS ബാബു, രാജേഷ് കൊല്ലടി, TG ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു. ഇടവേള. സ്കൈഫോണിൽ ഓണം മെഗാ ഓഫർ പെരുമഴ. സ്കൈഫോൺ തൃപ്രയാർ നിയർ സിഗ്നൽ ജംഗ്ഷൻ. എല്ലാ സ്മാർട്ട് ഫോണുകൾക്കൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ. സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വർണം സ്വന്തമാക്കാനുള്ള സുവർണാവസരം. ഓരോ പർച്ചേസിലും നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. ഓണം മെഗാ ഓഫർ സമ്മാന പെരുമഴ. ഓപ്പോ ഓണം സ്പെഷ്യൽ ഓഫർ. റെഡ്മി ഓണവിസ്മയം 0% EMI സൗകര്യം. ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ് EMI സൗകര്യം. സാംസങ് ഫോണുകൾക്ക് സാംസങ് ഫിനാൻസ് പ്ലസ് സൗകര്യം. പഴയ ഫോണുകൾക്ക് എക്സ്ചേഞ്ച് സൗകര്യം. റീസണബിൾ പ്രൈസ്. സെയിൽസ് ആൻഡ് സർവീസിംഗ്. സ്കൈഫോൺ തൃപ്രയാർ നിയർ സിഗ്നൽ ജംഗ്ഷൻ. പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണം ഇങ്ങെത്തി. ഏവർക്കും മൈ സ്റ്റോർ മൊബൈൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് പലിശയില്ലാതെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഫോണുകൾ മാസത്തവണയിൽ സ്വന്തമാക്കാം. ഐഫോൺ, ആൻഡ്രോയിഡ് തുടങ്ങി എല്ലാത്തരം ഫോണുകളും ഫോൺ ആക്സസറീസും ലഭ്യമാണ്. മാത്രമല്ല, കംപ്ലൈന്റ് ആയ ഫോണുകൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് റിപ്പയർ ചെയ്തു തരുന്ന തൃപ്രയാറിലെ ഏറ്റവും വലിയ ലൈവ് സർവീസ് സെന്റർ കൂടിയാണ് മൈ സ്റ്റോർ മൊബൈൽസ്. അപ്പോൾ ഇനി ഫോണിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. മൈ സ്റ്റോർ മൊബൈൽസ്, സിറ്റി ടവർ, ഫോൺ 8078776665 8080008811. മൈ സ്റ്റോർ മൊബൈൽസ്, സിറ്റി ടവർ, ടെമ്പിൾ റോഡ്, തൃപ്രയാർ.
പൊന്നോണപ്പൂക്കൾ പോലെ പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് ചെറിയ വിലയിൽ വലിയ ഷോപ്പിംഗ് അർച്ചന സിൽക്സിൽ മാത്രം. പൊന്നോണപ്പൂക്കൾ പോലെ പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. മണലൂർ മേഖല പ്രൈവറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ AITUC വാർഷിക പൊതുയോഗവും തൊഴിലാളികൾക്കുള്ള ഓണക്കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. CPI ജില്ലാ കൗൺസിൽ അംഗവും മുൻ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ KV വിനോദൻ ഉദ്ഘാടനം ചെയ്തു. ജയസിംഗൻ മടത്തിപ്പറമ്പിൽ അധ്യക്ഷനായി. യൂണിയൻ ജില്ലാ സെക്രട്ടറി KK ഹരിദാസ്, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം സാജൻ മടുവങ്ങാട്ടിൽ, ലോക്കൽ സെക്രട്ടറി VG രാധാകൃഷ്ണൻ, ജസ ചന്ദ്രൻ, ജിജോ വിധേയത്തിൽ, ധനേഷ് മരോട്ടിക്കൽ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി ധനേഷ് മരോട്ടിക്കൽ പ്രസിഡന്റ്, ജിജോ വിധേയത്തിൽ സെക്രട്ടറി, കിഷോർ ഓരിപറമ്പിൽ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ദീർഘകാലമായി പ്രവർത്തിക്കുന്ന മണലൂരിലെ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു യൂണിയനാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ജീവിക്കാൻ വലിയ പ്രയാസം അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ ആ തൊഴിലാളിയുടെ ഓരോ വിഷയത്തിലും ഇടപെട്ടുകൊണ്ട് അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയുള്ള നടപടിക്ക് നേതൃത്വം കൊടുക്കുന്ന യൂണിയനാണ് AITUC. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായിട്ടുള്ള AITUCയിൽ അംഗമായി ചേർന്നവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന പ്രാപ്തമായിട്ടുള്ള യൂണിയനായിട്ട് മണലൂർ യൂണിയൻ മാറിയിട്ടുണ്ടെന്ന് അഭിമാനപൂർവ്വം ചൂണ്ടിക്കാണിക്കുകയാണ്. ലയൺസ് ഡിസ്ട്രിക്ട് 318 ക്ലോത്ത് ബാങ്ക് പ്രൊജക്ട് പ്രകാരം ലഭിച്ച വസ്ത്രങ്ങൾ മണലൂർ പഞ്ചായത്ത് 6ാം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൈമാറി. തുഷാര അംഗനവാടിയിൽ നടത്തിയ ചടങ്ങിൽ ക്ലോത്ത് ബാങ്ക് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പീതാംബരന്റെ ആരംഭത്തിൽ നിന്നും തൊഴിലുറപ്പ് തൊഴിലാളികൾ വസ്ത്രങ്ങൾ ഏറ്റുവാങ്ങി. വാർഡ് മെമ്പർ ടോണി അത്താണിക്കൽ അധ്യക്ഷനായി. വോയിസ് ഓഫ് കാരമുക്കിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കൃപാസദനത്തിലെ അമ്മമാർക്കൊപ്പം ഓണാഘോഷം സംഘടിപ്പിക്കുമെന്ന് സെക്രട്ടറി PV ഗിരീഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓണനിലാവ് സ്നേഹക്കൂട്ടായ്മ എന്ന പേരിൽ സെപ്റ്റംബർ 16-ന് മൂന്നോണനാളിൽ രാവിലെ 11-ന് നടക്കുന്ന ചടങ്ങിൽ അമ്മമാർക്ക് ഓണപ്പുടവ നൽകി വോയിസ് ഓഫ് കാരമുക്കിന്റെ പ്രസിഡന്റ് KK ആന്റണി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറും. ഓണസദ്യയോടെ സമാപിക്കും. രക്ഷാധികാരി കുമാരൻ, രവീന്ദ്രൻ വെളക്കോത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. താനെ ഗ്രാമപഞ്ചായത്തിന്റെ തൃപ്രയാർ സാമൂഹികാരോഗ്യ കേന്ദ്രം പാലിയേറ്റീവ് ഗുണഭോക്താക്കളുടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷറഫ്, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, ബ്ലോക്ക് മെമ്പർ TB മായ, രതി അനിൽകുമാർ, ഡോക്ടർ ദീപ, പാലിയേറ്റീവ് നഴ്സ് രാഖി എന്നിവർ സംസാരിച്ചു. മെമ്പർമാരായ സദാശിവൻ, സനിത സജൻ, രഹന പ്രജു, സതി ജയചന്ദ്രൻ, ശ്രീകല സന്തോഷ്, മീന സുനിൽ, മിനി ജോസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ദേവദാസ് എന്നിവർ നേതൃത്വം നൽകി. പാലിയേറ്റീവ് രോഗികൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. ഓണസദ്യയും കലാപരിപാടികളും ഉണ്ടായിരുന്നു. നമ്മുടെ പഞ്ചായത്തിൽ കൊടുക്കുന്ന കിറ്റ് വിതരണം ഞാൻ 2 ആൾക്കാർക്ക്
പാലിയേറ്റീവ് അംഗങ്ങൾക്ക് വിതരണം ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ 58 കിറ്റ് കൂടിയുണ്ട്. അപ്പോൾ വന്നിട്ടുള്ള എല്ലാവരും അത് വാങ്ങിച്ചിട്ട് പോകാൻ പാടും കൂടി ഈ മൈക്ക് കൂടെ പറയണമെന്ന് തോന്നിക്കൊണ്ടുകൊണ്ടാണ് പറഞ്ഞത്. എന്തായാലും ചതയ ദിനാഘോഷ കമ്മിറ്റി വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നാട്ടിക ശ്രീനാരായണ ഗുരു മന്ദിരാങ്കണത്തിൽ പൂക്കള മത്സരം നടത്തി. 1ാം സമ്മാനം സഹോദരനയ്യപ്പൻ യൂണിറ്റും 2ാം സമ്മാനം ഗുരുപ്രഭ യൂണിറ്റും 3ാം സമ്മാനം കുട്ടിയമ്മ യൂണിറ്റും നേടി. മത്സര വിജയികൾക്ക് ശനിയാഴ്ച ഗുരുസമാധി ദിന ആചരണ ദിനത്തിൽ സമ്മാനം നൽകും. മത്സരത്തിന് AV സഹദേവൻ, CK സുഹാസ്, ബൈജു ഇയാനി കോറോത്ത്, CP രാമകൃഷ്ണൻ മാസ്റ്റർ, TK ദയാനന്ദൻ, KS ദിവാകരൻ, അംബിക ടീച്ചർ, ഉഷ അർജുൻ എന്നിവർ നേതൃത്വം നൽകി. നടത്തുന്നത് പോലെ തന്നെ ചതയാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓണാഘോഷങ്ങൾ നടത്തണം വേണ്ട എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലായിരുന്നു വയനാട് ദുരന്തത്തെ സംബന്ധിച്ച്. പക്ഷേ എല്ലാവരും കൂടി പിന്നെ തീരുമാനമെടുത്ത് നമുക്ക് ആഘോഷ പരിപാടികളായിട്ട് പോകാം. വയനാടിന് ആവശ്യമായ സഹായങ്ങളെല്ലാം ചെയ്യേണ്ടു. ആ സഹായം നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പൂക്കള മത്സരം നടത്താൻ തീരുമാനിച്ചു. പൂക്കള മത്സരം നടത്തി 1ാം സമ്മാനം സഹോദരൻ അയ്യപ്പൻ യൂണിറ്റിനാണ് കിട്ടിയേക്കുന്നത്. തണൽ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകളും പുടവയും കുട്ടികൾക്ക് പഠനോപകരണങ്ങളും നൽകി. എടമുട്ടം ലയൺസ് ക്ലബ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. തണൽ കോർഡിനേറ്റർ ശോഭ സുബിൻ അധ്യക്ഷനായി. OICC തൃശൂർ ജില്ലാ ചെയർമാൻ NP രാമചന്ദ്രൻ വിശിഷ്ടാതിഥിയായിരുന്നു. കലാന കബീർ, ഷംസുദ്ദീൻ വിൻടെക്, റാഷിദ ഷംസുദ്ദീൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സുമേഷ് പാനാട്ടിൽ, PS സന്തോഷ്, VA ഫിറോസ്, അജ്മൽ ഷെരീഫ്, വൈശാഖ്, വേണുഗോപാൽ, ബിനോയ് ലാൽ, അഡ്വക്കേറ്റ് യദുകൃഷ്ണൻ അന്തിക്കാട്, സുജിൽ കരിപ്പായിൽ, സജിത്രൻ തയ്യിൽ, പ്രവീൺ പൊയ്യാറ, ദാസൻ പുളിയനാർ പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ഞാൻ ഇവിടെ വന്ന് പങ്കെടുക്കുമ്പോൾ ഞാൻ സുഖിനെ കുറിച്ച് പറയാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് സുഖിനെ കുറിച്ച് പറയേണ്ട ഒരു വേദിയല്ല എന്ന് എനിക്കറിയാം. പക്ഷെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെ ആത്മാർത്ഥതയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് 100% ആത്മാർത്ഥത പ്രവർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമാണ് സുഖം. ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളിൽ നിന്നും ജനിച്ചു വളർന്നു വന്ന ഒരു വ്യക്തി നാടിൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഉള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് നാടിനെ കൂട്ടിച്ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ സുഖം വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് വരാതിരിക്കാൻ സാധിക്കില്ല. ഇന്നിവിടെ നടക്കുന്നത് നാമെല്ലാം മലയാളികളുള്ളിടത്തെല്ലാം ആഘോഷിക്കുന്ന ഓണമാണ്. എല്ലായിടത്തും മലയാളികൾ നടന്നു നിൽക്കുന്നുണ്ട്. അവിടെ എല്ലാം ഓണം ആഘോഷിക്കുന്നുണ്ട്. അച്ഛനമ്മമാർക്ക് ഓണപ്പുടവ സമ്മാനിച്ച് ജനപ്രതിനിധിയുടെ വേറിട്ട ഓണാഘോഷം. മണലൂർ ഗ്രാമപഞ്ചായത്ത് 18ാം വാർഡ് മെമ്പർ ധർമ്മൻ പറത്താട്ടിലാണ് വാർഡിലെ 70 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് ഓണപ്പുടവ സമ്മാനിച്ച് ഓണാഘോഷം സംഘടിപ്പിച്ചത്. ചടങ്ങ് മുൻ മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് അധ്യക്ഷയായി. മണലൂർ പാലിയേറ്റീവിലെ നഴ്സ് ഷബിനി ലിഗേഷിനെ പൊന്നാട ചാർത്തി ആദരിച്ചു. കരമുഖ സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് PB ജോഷി, ധനമോൻ മടത്തിപ്പറമ്പിൽ, വിനോദൻ വന്നേരി, രാകേഷ് പറത്താട്ടിൽ എന്നിവർ സംസാരിച്ചു. OVS ഫൗണ്ടേഷനും സാബുവിന് വലിയ സഹായം ചെയ്യുന്നുണ്ട്. എല്ലാ കൊല്ലവും നമ്മൾ കുട്ടികൾക്ക് പുസ്തകം വിതരണം ചെയ്യാറുണ്ട്. ഓണക്കാലാവുമ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഒരു പരിപാടി ഓണക്കോടി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓണക്കോടി കൊടുക്കുന്നത് 2 പ്രധാനപ്പെട്ട ഒന്ന് കുട്ടികൾക്കും പിന്നെ വയസ്സായ നമ്മുടെ കാരണന്മാർക്കാണ്. ഇവിടെ ഈ വാർഡിലെ വയസ്സായ 200ഓളം വരുന്ന 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കാരണന്മാർക്കെല്ലാം ഇന്ന് ഓണക്കോടി കൊടുക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDSന്റെ നേതൃത്വത്തിൽ 2ാമത്തെ ഓണച്ചന്ത ആരംഭിച്ചു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ മുൻവശത്ത് ആരംഭിച്ച കുടുംബശ്രീ ഓണം വിപണന മേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വാടനപ്പള്ളി കുടുംബശ്രീ മോഡൽ CDS വൈസ് ചെയർപേഴ്സൺ അസീബ അസീസ് അധ്യക്ഷയായിരുന്നു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നിസാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS സബിത്ത് എന്നിവർ സംസാരിച്ചു. വിഷരഹിതമായ ജൈവ പച്ചക്കറികളും സംരംഭകരുടെ വിവിധ ഉൽപ്പന്നങ്ങളും ഓണവിപണിയിലുണ്ട്. ചടങ്ങിൽ ജനപ്രതിനിധികളായ ശ്രീകല ദേവാനന്ദ്, ശ്രീജിത്ത്, ബേബി, രതീഷ്, ടെസ്സി എന്നിവർ പങ്കെടുത്തു. രാമു കൈരട്ടിന്റെ ചെമ്മീൻ, നെല്ല് എന്നീ നിരവധി ചിത്രങ്ങളുടെ സഹസംവിധായകനും ഫിലിം ജേർണലിസ്റ്റുമായിരുന്ന AC സാബുവിന്റെ ഭാര്യ വലപ്പാട് അക്കരക്കാരൻ ആനി സാബു അന്തരിച്ചു. 85 വയസ്സായിരുന്നു. വലപ്പാട് സെയിന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ മുൻ അധ്യാപികയായിരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അംഗമാണ്. സംസ്കാരകർമ്മം വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് വലപ്പാട് സെയിന്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ നടക്കും. മക്കൾ ഹെൻറി സാബു,
ഹാരി സാബു, മരുമക്കൾ സ്മിത ഹെൻറി, ഡിജിനു ഹാരി, പേരമക്കൾ ഹെൽഡിൻ അളക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാടനപ്പള്ളിയിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സ്നേഹതരം ബീച്ച് പാർക്കിൽ ഫുഡ് സ്ട്രീറ്റ് പദ്ധതി നടപ്പിലാക്കുമെന്ന് CC മുകുന്ദൻ MLA. അന്തിക്കാട് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഫാദർ ഡേവിഡ് ചിറമൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹപാഠിക്ക് ഒരു സ്നേഹഭവനം പദ്ധതിയിൽ വീട് നിർമ്മിച്ചു നൽകി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.